പോകുന്നത് കാട്ടാൻ ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. KDH വില്ലേജ് പരിധിയിൽ ഇന്ന് LDF UDF ഹർത്താലാണ്. ആക്രമണം നടത്തിയ ആനയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. RRT പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും. സുരേഷ് കുമാറിനെ 3 തവണയാണ് തുമ്പിക്കൈ കൊണ്ട് ഒറ്റയാൻ ചുഴറ്റിയെറിഞ്ഞതെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ റജീന പറഞ്ഞു. யானை மேலேருந்து கிளானிக்கு வரையில் ரிவர்ஸ் வரையில் வேகமாக வந்து அப்படியே துமிச்சங்கைட்டு ஒரே அமுக்கிருச்சு. அமுக்கிட்டு இங்கிட்டு சாய்ச்ச உடனே அந்த அன்னைக்கு கீழே விழுந்துருச்சு. நாங்கள் வண்டிக்குள்ளேயே இருந்தோம். எங்கள் வீட்டுக்காரு அந்த 2வது அமுக்கையில் அந்த குறுக்க கம்பியோடு விழுந்துட்டார். இந்த அன்னைக்கு கீழே விழுந்த உடனே யானை அப்படியே தூக்கி எரிஞ்சிருச்சு. அந்த அண்ணனை 3 தடவை தூக்கி எரிஞ்சிச்சு. பையன் அந்த கை காலெலாம் நடுக்கந்தான் இருக்குது. இல்லை, அது வந்ததே யாருக்குமே தெரியல. சரி, யாருக்கு தெரிஞ்சாலும் இப்போ எனக்கே தெரிஞ்சாலும் நாங்கள் யாருக்கு சொல்லணுமோ சொல்லுவோம். பெரிய ജെയിൻ എസ് രാജു ഉണ്ട്. ജെയിൻ, ഗുണ്ടുമലയിലും ചിന്നക്കനാലിലും ഉണ്ടായ കാട്ടാൻ ആക്രമണങ്ങളിൽ മാസങ്ങളുടെ ഇടവേളകളിൽ പൊലിഞ്ഞത് 4 ജീവനുകളാണ്. അതിന് തൊട്ടു പിന്നാലെ മൂന്നാറിലും ഒരു മനുഷ്യജീവനെ തുമ്പിക്കൈ കൊണ്ട് ആന ചുഴറ്റിയെറിഞ്ഞ് കൊന്നിരിക്കുന്നു. അതിദാരുണമായ സംഭവം, വികാരഭരിതമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടുമിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ തുടക്കമായോ? എന്താണ് ജെയിൻ പറയുന്നത്? തീർച്ചയായിട്ടും വളരെ വൈകാരികമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് മൂന്നാറിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങോട്ട് എത്തുകയാണ്. അതിവൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ്. വളരെ ചെറിയ കുട്ടികളാണ് സുരേഷ് കുമാറിനുള്ളത്. 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 ആൺകുട്ടികൾ. ഭാര്യ തോട്ടം തൊഴിലാളിയാണ്. അപ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രധാന ആശ്രയമായിരുന്ന അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത്. അതിന്റെ വൈകാരികത തീർച്ചയായിട്ടും ഈ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ രാത്രി 9:30 ഈ ആക്രമണം ഉണ്ടാകുന്നത്. സുരേഷ് കുമാർ യാത്രക്കാരുമായി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ആളുകളുമായി മടങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ എതിർദിശയിൽ നിന്ന് കാട്ടാന വരികയും പിന്തിരിഞ്ഞ് പോരാൻ ശ്രമിച്ചപ്പോൾ ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. ഓട്ടോറിക്ഷയിൽ നിന്നും താഴേക്ക് വീണ സുരേഷ് കുമാറിനെ 3 വട്ടം കാട്ടാന എടുത്തെറിഞ്ഞു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധമാണ് പ്രത്യേകിച്ച് വനം വകുപ്പിനെതിരെ മൂന്നാറിൽ നിലനിൽക്കുന്നത്. UDFും LDFും KDH വില്ലേജിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിലേക്ക് പ്രവർത്തകർ കടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് അടക്കമുള്ള നടപടികൾ ഇന്നുണ്ടാകും എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയായിരിക്കും ആദ്യ ഗഡുവായി നൽകുക. അതിനുശേഷം മറ്റ് നടപടികൾക്ക് ശേഷം 5 ലക്ഷം രൂപ കൂടി നൽകും എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട റജീന അടക്കം 3 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഒരാളുടെ നില അല്ലെങ്കിൽ ഒരാൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുമേറ്റിട്ടുണ്ട്. സേതു. ശരി ജെയിൻ. பேச